മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നമ്പ്യാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു ഈ പേര്. എത്രയോ വട്ടം ടി വിയിൽ ഈ ധീരയോദ്ധാവിൻ്റെ വാക്കുകൾക്കായി കാതുകൂർപ്പിച്ചു. നമ്മുടെ അർജുനെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും കരയ്ക്കെത്തിക്കാൻ പൂർണ്ണ മനസ്സോടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ. നദിയിലെ കുത്തൊഴുക്കിലേക്ക് അത്യാധുനിക സംവിധാനങ്ങളുമായി പലവരും മുങ്ങിത്താണു. ഓരോ തവണയും നമുക്കായി അദ്ദേഹം കരുതി വച്ചത് പ്രതീക്ഷാനിർഭരമായ വാക്കുകളായിരുന്നു. എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പേര് ഇതിനു മുമ്പ്. 25 വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ഓർമ്മയ്ക്ക്. കാർഗിൽ യുദ്ധനാളുകളിലേക്ക് പോകണം, അവിടെ നിന്ന് വീണ്ടെടുക്കണം. അന്ന് ബ്രിഗേഡ് മേജർ എം ഇന്ദ്രബാലൻ. ഔദ്യോഗിക ജീവിതത്തിൽ പട്ടാളച്ചിട്ടയുടെ പര്യായമായ, എന്നാൽ വ്യക്തിജീവിതത്തിൽ തനി പാലക്കാട്ടുകാരനായ ഇന്ദ്രബാലൻ നമ്പ്യാർ. 1999 മഞ്ഞുകാലം. കാശ്മീർ അതിർത്തിയിലെ ദുർഘട പർവ്വതനിരകളിൽ നുഴഞ്ഞുകയറിയ ഭീകരർ പതിയെ പതിയെ കൈക്കലാക്കിയത് ഇന്ത്യൻ ഭൂപ്രദേശം. സൈന്യം കരുതലോടെ ചെങ്കുത്തായ മലനിരകളിൽ മഞ്ഞിനോടും ശത്രുവിനോടും പോരടിച്ച് ഇന്ത്യൻ മണ്ണ് തിരിച്ചു പിടിച്ചപ്പോൾ മുൻനിരയിലുണ്ടായിരുന്നു ഈ ധീരമലയാളി. ഭീകരർ കൈക്കലാക്കിയ 70 ചതുരശ്ര കിലോമീറ്ററാണ് അദ്ദേഹം നയിച്ച 70 ഇൻഫൻട്രി യൂണിറ്റ് നെഞ്ചോട് ചേർത്ത് തിരികെ പിടിച്ചെടുത്തത്. ഇന്ന് ഷിരൂരിലെ ഈ ഹീറോ ദ റിയൽ കാർഗിൽ വാർ ഹീറോ തന്നെ. ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് അന്നത്തെ ഓർമ്മകൾ ആലേഖനം ചെയ്തൊരു ഫലകം. ഇഷ്ടദൈവങ്ങളായ ഗോകുലകൃഷ്ണന്റെയും ചിദംബര നടരാജന്റെയും അരുണാചലേശ്വരന്റെയും മുത്തപ്പന്റെയും ചിത്രങ്ങൾക്കൊപ്പം. പാലക്കാട് മരുത റോഡ് കോട്ടേക്കാട് തെക്കേത്തറ സ്വദേശിയാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം, MBA, ഇരട്ട PhD. പട്ടാളച്ചിട്ടയുള്ള ഈ ധീരജീവിതത്തിന് അലങ്കാരമായി അക്കാദമിക യോഗ്യതകളും ഏറെയാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ താഴ്വരകളിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഏറ്റെടുത്ത ആദ്യ ദൗത്യങ്ങളിലൊന്ന്. പിന്നെയായിരുന്നു കാർഗിൽ യുദ്ധം. ധീരോദാത്തമായ ആ സ്മരണകളിങ്ങനെ. 2001 പാർലമെന്റ് ആക്രമിച്ചതിന് പിന്നാലെ പാകിസ്ഥാന് നല്ല മറുപടി നൽകാൻ സൈന്യം തയ്യാറെടുത്തിരുന്നു. യുദ്ധസമാനമായിരുന്നു സാഹചര്യം. അന്ന് അതിർത്തിയിൽ സർവ്വസന്നാഹങ്ങളുമായി മേജർ ജനറൽ ഇന്ദ്രബാലനുമുണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മഹായോദ്ധാവിന്റെ ധീരത. സിയറ ലിയോണിലെ വിമതരെ അടിയറ പറയിക്കാൻ UN നിയോഗിച്ച സമാധാന സംഘത്തിലും അദ്ദേഹം പങ്കാളിയായി. കടുത്ത വെല്ലുവിളിയായിരുന്നു ഈ സമാധാന ദൗത്യം. ദക്ഷിൺ ഭാരത് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന ഇന്ത്യൻ സൈന്യത്തിലെ അതിപ്രമുഖ പദവിയിലെത്തും മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തും സേവനമനുഷ്ഠിച്ചിരുന്നു. NCCയുടെ ഗ്രൂപ്പ് കമാൻഡറായി. പിന്നീട് ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായി. അന്ന് യുവാക്കളോടും വിദ്യാർത്ഥികളോടും ഒപ്പം പ്രവർത്തിക്കാനായത് തന്റെ സൈനിക ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളായി മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു വീഡിയോ സീരീസ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഡോക്യുമെന്ററി സംവിധായികയായ ശൈലജ ചെട്ലൂർ. ധീരതയ്ക്കൊപ്പം സാഹസികതയും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ മേജർ ഹീറോ. 1989 കഥയാണ്. ഇന്ന് നമ്മൾ അർജുനെ തേടിപ്പോയത് GPS-ലൂടെയാണെങ്കിൽ അന്ന് അതൊന്നുമില്ലാത്ത കാലം. പായ്ക്കപ്പലിൽ ഇന്ത്യൻ സൈന്യത്തിലെ 6 യോദ്ധാക്കൾ ലോകം ചുറ്റി. 4 പേർ നാവികസേനയിൽ നിന്ന്, ഓരോരുത്തർ വീതം ആർമിയിലും എയർഫോഴ്സിൽ നിന്ന്. അതിലൊരാളായിരുന്നു ഇന്ദ്രബാലൻ. 4.5 മാസം കൊണ്ടാണ് കടലിനോട് പൊരുതി ഈ ലോകയാത്ര നടത്തിയത്. അതിര് കാക്കുമ്പോഴും ലോകം ചുറ്റുമ്പോഴും എന്നും മനസ്സിൽ മലയാളിത്തമുണ്ട്. അതിനുദാഹരണമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്ന ഈ ഓർമ്മചിത്രം. പട്ടാള ക്യാമ്പിലെ പഴയൊരു ഓണാഘോഷം. ഇന്ന് ഈ ധീരന് റിട്ടയർമെന്റ് ജീവിതമാണ്. രാജ്യം കാത്ത ധീരതയ്ക്ക് വിശ്രമമില്ലെന്നു മാത്രം. അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞാൽ റിട്ടയർമെന്റ് ഒരു വാക്കു മാത്രമാണ്, പുതിയ ജീവിതത്തിലേക്കുള്ള മാറ്റം. സമൂഹത്തിന് നല്ലതു ചെയ്യാനുള്ള നിയോഗമാണത്. നമ്മുടെ അർജുനെ മുങ്ങിത്തപ്പിക്കൊണ്ടുവരാൻ അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം ആ നിയോഗത്തിന്റെ ഭാഗം മാത്രം. വി സല്യൂട്ട് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ.